ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡാർക്ക് കോമഡി സർവൈവൽ സിനിമയെക്കുറിച്ചാണ്. കഥ ഇങ്ങനെയാണ്. ലിൻഡ എന്ന ജീവനക്കാരിയും അവളുടെ അഹങ്കാരിയായ ബോസ് ബ്രാഡ്ലിയും ഒരു വിമാനാപകടത്തിന് ശേഷം ഒരു ദ്വീപിൽ ഒറ്റപ്പെടുന്നു. പിന്നെ ഇതൊരു സർവൈവൽ സ്റ്റോറി എന്നതിലുപരി അധികാരത്തിന് വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ ഗെയിം ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിലെ പവർ ഡൈനാമിക്സ് തന്നെയാണ്. തുടക്കത്തിലെ അധികാരം മുഴുവൻ ബോസായ ബ്രാഡ്ലിക്കാണ്, അല്ലേ? പക്ഷേ സാഹചര്യം മാറുമ്പോൾ ഈ സർവൈവൽ ഷോയൊക്കെ കണ്ടു പരിചയമുള്ള ലിൻഡയുടെ കയ്യിലോട്ട് പവർ വരുന്നു. അധികാരം കിട്ടുമ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് സിനിമ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് സംവിധായകൻ സാം റെയ്മിയുടെ തിരിച്ചുവരവാണ്. ഏകദേശം 17 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു ജോണറിലേക്ക് വരുന്നത്. വയലൻസും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു പക്ക ഹൊറർ സിനിമയല്ല, മറിച്ച് ഒരു സാവേജ് വിക്കഡ് എന്റർടൈനർ ആണ്. അവസാനമായിട്ട് റേച്ചൽ മക്കാഡംസിന്റെയും ഡിലൻ നോബ്രൈന്റെയും പെർഫോമൻസ് ശരിക്കും കിടിലൻ. അവരുടെ കഥാപാത്രങ്ങൾ ഒരേ സമയം വില്ലനും കോമാളിയും പിന്നെ നിസ്സഹായരുമായിട്ടൊക്കെ മാറുന്നുണ്ട്. ഈ ഒരു മാറ്റം സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് ആണ്. ചുരുക്കത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരു ഹീറോയും വരില്ല. അവിടെ നമ്മളും നമ്മുടെ ഉള്ളിലെ ആ ഒരു ഡാർക്ക് സൈഡും മാത്രമേ കാണൂ. അതാണ് ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.